മോഹൻലാൽ ചിത്രം എമ്പുരാന് റീസെൻസറിംഗ്. മോഹൻലാൽ ചിത്രം എമ്പുരാന് റീസെൻസറിംഗ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി RSS രംഗത്തെത്തിയിരുന്നു. പൃഥ്വിരാജിന്റെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണെന്നായിരുന്നു ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശനം. ഇനി നീ എങ്ങാനും ഏതായാലും ഇതിൽ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും അടക്കം വലിയ രീതിയിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ചുമ്മാ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതിനകത്ത് ഫാക്ടുകളെ മറച്ചു വെച്ചുകൊണ്ട് ചില ഫാക്ടുകളും പുറത്തിട്ടിട്ട് അവർക്ക് വേണ്ട ഫാക്ടുകളെ മാത്രം എടുത്തിട്ടുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഗോത്ര ഇഷ്യൂ ആണ് എടുത്തിട്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രെയിൻ കത്തുന്നിടത്ത് തൊട്ടിട്ട് തുടങ്ങിയിട്ടില്ല? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അപ്പൊ നിങ്ങൾ മുറിച്ചിട്ടുകൊണ്ട് എന്തോരം കൂടെ ഉദ്ദേശം കൊണ്ടാണ് ഈ കഥ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് അത് ആ റൈറ്ററുടെ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. അതിനകത്ത് മോഹൻലാൽ നമ്മൾ എങ്ങനെ കുറ്റം പറയും? പൃഥ്വിരാജിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കണം, വിദേശ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് ജോർദാനിലാണ് പോയത്, അവിടെ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് അന്വേഷിക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് നേതാക്കൾ. എന്നിട്ട് പ്രൂവ് ചെയ്യാതിരിക്കും, അത് എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് അതിനായിട്ട് യാതൊരു കൺസേണും ഇല്ല. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇല്ല, ഞാൻ കണ്ടില്ല. കാണാൻ ഞാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അല്ലല്ല, അതിപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടവർ പറഞ്ഞാലും മതിയല്ലോ. ഞാൻ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. ഞാൻ ചിരിച്ചു പോയനെ. എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJPയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി 2000-ന്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞിട്ടിരുന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്നു നരേന്ദ്രമോദി. ഉയരങ്ങളിലേക്ക് BJP. അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാല് മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. സത്യത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. അതിനെന്താ ഒരു വഴി? രൂക്ഷമായ ചില പരാമർശം കൂടി ഇവർ നടത്തുന്നുണ്ട്. അതായത് ആടുജീവിതം സിനിമയുടെ ഭാഗമായി ജോർദാനിൽ പൃഥ്വിരാജ് താമസിച്ചിരുന്നു. ഇവിടെ വെച്ച് പൃഥ്വിരാജ് നടത്തിയ ഇടപാടുകളും ബന്ധങ്ങളും ഒക്കെ അന്വേഷിക്കണം. മാത്രമല്ല, കോവിഡ് സമയത്ത് ദീർഘനാളുകൾ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. ഈ സമയത്ത് IS തീവ്രവാദികളുടെ ആശയങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനുശേഷം ഈ പൃഥ്വിരാജ് നിർമ്മിച്ച പല സിനിമകളിലും ഇത്തരം തീവ്രവാദ ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. തീവ്രവാദ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ അന്വേഷിക്കണം. അതിന്റെ പ്രതിഫലനമാണ് പിന്നീട് എമ്പുരാനിലും കണ്ടത് എന്നതൊക്കെയാണ് ഇവരുടെ വാദം. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ മുന്നോട്ടും ചെയ്യട്ടോ. ഈ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. ഓക്കെ പോയിന്റിലോട്ട് വരാം. ഇതിൽ പ്രത്യേകിച്ച് ഇവരെല്ലാം ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിനെയാണ്. മോഹൻലാലിനെയും മുരളി ഗോപിയെയും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ പ്രധാന ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിന്റെ നീക്കങ്ങളാണ്. പൃഥ്വിരാജ് ആന്റി ഹിന്ദു അജണ്ട പ്രചരിപ്പിക്കുകയാണ്. കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോടെ മുന്നോട്ട് വെച്ച സിനിമയാണ് എമ്പുരാൻ. അതിൽ കൃത്യമായി ചരിത്ര വസ്തുതകളെ തെറ്റായി വളച്ചൊടിക്കുന്നുണ്ട്. ഇതിൽ ആന്റി ഹിന്ദു എന്ന ഒരു പ്രൊപ്പഗാൻഡ തന്നെ ഇതിന്റെ ഭാഗമായി ഉയർത്തിവിടുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം.